ഹലോ, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ടാലി പ്രൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മൈ നെയിം ഇസ് നിസാർ. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകളൊക്കെ ടാലിയുടെ പ്രൈം വെർഷനിലാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. 2-3 ക്ലാസ്സുകൾ നമ്മൾ ടാലി പ്രൈമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർ ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് സെയിൽസ് എൻട്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ടാലി പ്രൈമിൽ പർച്ചേസ് എൻട്രി ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രമാണ് സെയിൽസ് എൻട്രി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ടാലി ഓപ്പൺ ചെയ്യാം. ടാലി ഓപ്പൺ ചെയ്തിട്ട് അതിൽ വൗച്ചേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് സെയിൽസ് ഇൻവോയ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വൗച്ചേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്താണ് സെയിൽസ് വൗച്ചർ എന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ബിസിനസ്സിൽ ഡെയിലി നടക്കുന്ന സെയിൽസുകൾ, കച്ചവടം, അത് നമ്മൾ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നതാണ് സെയിൽസ് എന്ന വൗച്ചറിൽ നമ്മൾ ചെയ്യുന്നത്. സെയിൽസ് വൗച്ചർ നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ടാലിയിലെ മെയിൻ മെനുവിൽ നിന്ന് ട്രാൻസാക്ഷൻ എന്ന ഹെഡിങ്ങിന് താഴെ കാണുന്ന ആ വൗച്ചേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ ഓപ്പൺ ആകും ടാലി. അപ്പോൾ നമ്മുടെ സ്ക്രീനിപ്പോൾ പേയ്മെൻറ്റ് മോഡ് എന്ന ആ ഒരു ഇതിലാണ് കിടക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത് നമ്മൾ F8 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ വെർട്ടിക്കൽ മെനു ബാർ സൈഡിൽ കാണുന്ന ആ സെയിൽസ് എന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടോ നമുക്ക് സെയിൽസ് എന്ന മോഡിലേക്ക് ആക്കണം. ഇപ്പോൾ നമ്മുടെ സ്ക്രീന് സെയിൽസ് എന്ന മോഡിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് കാണാം പാർട്ടി അക്കൗണ്ട് നെയിം എന്ന് പറഞ്ഞ് കാണാം, സെയിൽസിന് തൊട്ട് താഴെ. അപ്പോൾ ആർക്കാണ് നമ്മൾ സെയിൽ അടിക്കുന്നത്, ആർക്കാണ് സെയിൽ വിൽക്കുന്നത്, അവരുടെ പേരവിടെ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റായിട്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ ക്രിയേറ്റ് ചെയ്താൽ മതി. പിന്നെ ഓരോ തവണ സെയിൽ ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി അവർ അക്കൗണ്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ടിയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ കാണുന്ന ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണാം. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ക്രിയേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടാലി പ്രൈമിൽ നമുക്ക് എല്ലാം ഷോർട്ട് കട്ടായിട്ട് അവരുടെ തന്നെ സ്ക്രീനിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ക്രിയേറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് തന്നെ പാർട്ടിയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു സ്ക്രീൻ ഓപ്പൺ ആവും. ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഏത് പാർട്ടിക്കാണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ പാർട്ടിയുടെ നെയിം അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അവരുടെ ലെഡ്ജറാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെയിം എന്നുള്ളിടത്ത് ജസ്റ്റ് എന്തെങ്കിലും ഒരു നമ്മൾ സെയിൽ ചെയ്യുന്ന ആ സ്ഥാപനത്തിൻ്റെ പേരെന്താണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മലബാർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാർട്ടിയുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് എൻ്റർ ചെയ്യാം. അതിന് താഴെ അണ്ടർ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. അതായത് നമ്മൾ ആർക്കാണ് സെയിൽ ചെയ്യുന്നത് അവരൊക്കെ നമ്മുടെ സൺട്രി ഡെപ്റ്റേഴ്സ് എന്നുള്ള ഇതിലാണ് വരേണ്ടത്. അപ്പോൾ അണ്ടർ എന്നുള്ളത് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്നുള്ളതാണ്. ആർക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത് അവരൊക്കെ നമ്മുടെ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. ആരിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു അവരൊക്കെ നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സുമാണ്. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്നുള്ളത് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അണ്ടർ എന്നുള്ളിടത്ത്. ശേഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴേക്ക് പോകും. പിന്നെ അതിന് താഴെ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്ന് പറഞ്ഞ് കാണാം. അത് നമ്മൾ എസ് ആക്കി കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുക. താഴെ നമുക്ക് ചെക്ക് ഫോർ ക്രെഡിറ്റ് ഡ്യൂറിങ് വൗച്ചർ എൻട്രി അത് നമുക്കൊന്നും ചെയ്യേണ്ട. അതൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് പോകാം. പിന്നെ അതിനുശേഷം മെയിലിംഗ് അഡ്രസ്സാണ്. നമ്മൾ ബില്ലടിക്കുന്ന പാർട്ടിയുടെ അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ GST ഒക്കെ ഉള്ള പാർട്ടി ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതല്ല നമ്മൾ അൺരജിസ്റ്റേർഡ് ഡീലറാണെങ്കിൽ, അതായത് നമ്മൾ സെയിൽ ചെയ്യുന്നത് GST ഒന്നും ഇല്ലാത്തൊരു പാർട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അവർ അഡ്രസ്സ് അടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് അഡ്രസ്സ് അടിക്കാനുള്ള സ്ഥലത്ത് ഫുൾ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, കേരള കൊടുക്കുക. പിൻകോഡ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ആ പാർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ അവരുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ അവിടെ എസ് ആക്കി കൊടുത്തിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിന് താഴെ കമ്പനിയുടെ ടിൻ നമ്പർ ഒക്കെ പാൻ നമ്പറൊക്കെ അടിക്കാനുള്ളതാണ്. അതിന് തൊട്ട് താഴെ രജിസ്ട്രേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ നമുക്ക് ടാക്സ് ഉള്ള GST ഉള്ള ടീമാണെന്നുണ്ടെങ്കിൽ അവർക്ക് റെഗുലർ എന്നും, GST ഇല്ലാത്ത പാർട്ടിയാണെങ്കിൽ അൺരജിസ്റ്റേർഡ് എന്നും എൻ്റർ ചെയ്ത് കൊടുക്കാം. GST ഉള്ള ടീമാണെങ്കിൽ രജിസ്റ്റേർഡ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവരെ GST നമ്പറോടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പാർട്ടിയുടെ ലെഡ്ജർ ക്രിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്കിതുപോലെ ഒരു ഡെസ്പാച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ ഓപ്പൺ ആകും. അപ്പോൾ നമ്മുടെ ലെഡ്ജർ ക്രിയേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഡെസ്പാച്ച് ഡീറ്റെയിൽസ് എന്ന് പറയും. ഇപ്പോൾ ഇൻവോയ്സിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നതാണിത്. അപ്പോൾ അവിടെ ഡെലിവറി നോട്ട്, അതായത് നമ്മൾ ഡെലിവറി നോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ, അതുപോലെ ഡെസ്പാച്ച് ഡോക്യുമെൻറ്റ്, അതുപോലെ ഡെസ്പാച്ച് ഡോക്യുമെൻറ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ഡെസ്പാച്ച് ത്രൂ ഏത് ഇതിൽ കൂടെയാണ് ഡെസ്പാച്ച് ചെയ്യുന്നത്, എവിടെയാണ് ഡെസ്റ്റിനേഷന്, അതുപോലെ സെൻഡർ നെയിം ഏജൻറ്റ്, അതായത് ബില്ല്, ലീഡിങ് LR നമ്പർ, ട്രാക്കിംഗ് നമ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ മോട്ടോർ വെഹിക്കിൾ നമ്പർ, ഏതെങ്കിലും വെഹിക്കിളാണെന്നുണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ നമ്പർ, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഏത് വഴിയാണ് ഡെസ്പാച്ച് ചെയ്യുന്നത്, ഡെലിവറി ഡീറ്റെയിൽസും ഡെസ്പാച്ച് ഡീറ്റെയിൽസും നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഡീറ്റെയിൽസുകളൊന്നും ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്നും ജസ്റ്റ് ഫില്ല് ചെയ്യേണ്ട, നമുക്ക് എൻ്റർ ചെയ്ത് നേരെ ഇൻവോയ്സ് മാത്രം ചെയ്താൽ മതി. ഇൻവോയ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള വേറൊരു സ്ക്രീനും കൂടെ ഓപ്പൺ ആവും. ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഇതുപോലൊരു സ്ക്രീൻ ഓപ്പൺ ആവും, പാർട്ടി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഓൾറെഡി നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസുകളാണ്. നമ്മൾ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇൻവോയ്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവും. ഇനി അവിടെ സെയിൽസ് ലെഡ്ജർ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടാലി ചെയ്യുമ്പോൾ ഒരു സെയിൽസ് ലെഡ്ജർ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എല്ലാ സെയിൽസുകളും സെയിൽസ് എന്ന ലെഡ്ജറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളവിടെ ഒരു പുതിയ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഏറ്റവും മുകളിൽ കാണുന്ന ക്രിയേറ്റ് എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ പാർട്ടി നെയിം എന്ന് ക്രിയേറ്റ് ചെയ്തില്ല, അതുപോലെ തന്നെ. അപ്പോൾ അവിടെ അതുപോലെ ഒരു ലെഡ്ജർ ക്രിയേഷൻ ഫോം വരും. അവിടെ ജസ്റ്റ് നമ്മൾ സെയിൽസ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, നെയിം എന്നുള്ളത്. താഴെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അണ്ടർ എന്നുള്ളത് സെയിൽസ് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ സെയിൽസുകളും സെയിൽസ് അക്കൗണ്ട് എന്നുള്ളതിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് 1 ടൈം പ്രോസസ്സാണ്. ഇനി ഓരോ തവണ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ടാവും. ഫസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് പോവുക. ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊന്നും നമ്മളിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ലെഡ്ജറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിപ്പോൾ നമുക്ക് ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മതി. എൻ്റർ അടിച്ച് പോയി സേവ് ആക്കുക. അപ്പോൾ നമുക്ക് അവിടെ സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെയിം ഓഫ് ഐറ്റം എന്നുള്ള താഴത്തേക്ക് വരും. അവിടെയാണ് നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ ഇൻവോയ്സ് ചെയ്യേണ്ടത്, ആ ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഞാനിവിടെ HP ലാപ്ടോപ്പ് എന്നൊരു ഐറ്റം ഞാനിവിടെ പർച്ചേസ് ചെയ്ത സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് സ്പേസ് കീ അടിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തൊക്കെ സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നമ്മളിവിടെ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മുടെ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സെയിൽസാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, സെയിൽസിൻ്റെ വീഡിയോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസിൻ്റെ വീഡിയോ പോയി കാണുക, അതിലുണ്ട് നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനവിടെ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കായ HP ലാപ്ടോപ്പ് എന്നുള്ളത് ഞാനവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ഒരെണ്ണം അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ പ്രൈസൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ശേഷം 2 തവണ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് CGSTയും SGSTയും 2 ടാക്സ്, സെൻട്രൽ ഗവൺമെൻറ് ടാക്സും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടാക്സും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. CGST എൻ്റർ ചെയ്ത് കൊടുക്കുക. SGST എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ നമുക്ക് ടാക്സ് എമൗണ്ട് വരുന്നതാണ്. ഇതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് CGST SGSTയും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പർച്ചേസ് ആദ്യം കാണണം, അതിന് ശേഷമാണ് നിങ്ങൾ സെയിൽസ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. CGST SGST കൊടുത്തതിന് ശേഷം കീബോർഡിൽ എൻ്റർ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇൻവോയ്സ് സേവ് ചെയ്യാവുന്നതാണ്. ആക്സെപ്റ്റ് എന്ന് ചോദിക്കുക, വയസ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവോയ്സ് അവിടെ നമുക്ക് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സെയിൽസിൻ്റെ ഇൻവോയ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ വളരെ സിമ്പിളാണ്, ടാലി വളരെ സിമ്പിളാണ്. ടാലി പ്രൈം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു ക്ലാസ്സായിട്ട് കാണുന്നവർക്കും സീ ബൈ, ഹാവ് എ നൈസ് ഡേ.